വെൽക്കം മേഘ്നക്കുട്ടി ഓൺ സ്റ്റേജ്. അനന്യക്കുട്ടിയുടെ പകുതിയുള്ള ചെറിയൊരു പാക്കറ്റാണല്ലോ വന്ന് നിൽക്കുന്നത്. എനിക്ക് വയ്യ. അനന്യക്കുട്ടി സീസൺ 1 ഇത്രയും പഠിച്ചല്ലേ, മേഘനക്കുട്ടിക്ക് ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തേ നന്നായിട്ട് പാട്ട് പാടാനായിട്ട്. സംഗതികൾ അടിപൊളിയാവണം, നല്ല സ്ട്രേറ്റ് ആയിരിക്കണം, കറക്റ്റ് താളത്ത് പോണം, പിന്നെ ഭാവം വേണം. അതാണ് മെയിൻ. മേഘനക്കുട്ടി എന്റെ അടുത്ത് അന്ന് വന്നപ്പോ എന്താണ് പറഞ്ഞു, സെലക്ഷൻ റൗണ്ടിൽ വന്നപ്പോ എന്ത് പറഞ്ഞു, എനിക്ക് എന്റെ ഫാൻ ഏറ്റവും വലിയ റോൾ മോഡല് അനന്യക്കുട്ടിയാന്ന് പറഞ്ഞില്ലേ, എന്നെ ഇന്നാക്കണം, അനന്യക്കുട്ടിയെ കാണണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതാ കണ്ടു. എന്താ കൊടുക്കുന്ന അനന്യക്കുട്ടിക്ക്? എന്ത് കൊടുക്കാന്? എന്തെങ്കിലും ചക്ര ഉമ്മ കൊടുത്തോ? ഹലോ, ഏത് പാട്ടാ പാടുന്നേ? അയ്യോ, റൗഡി ബേബി. ചേച്ചി എനിക്കറിയാം. അയ്യോ ഹലോ 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 ഹലോ, എന്തിനാ അവിടെ വന്നേ? പാടാൻ. എങ്കിൽ അത് ചെയ്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് മക്കളെ, നന്നായിട്ട് പാടുക കേട്ടോ. അപ്പൊ റൗഡി ബേബി അടിച്ചു പൊളിക്കല്ലേ? നല്ലൊരു കൈഡിയാണ് അനന്യക്കുട്ടിക്ക് മേഘനക്കുട്ടി. நம்ம பீச்சு பக்கம் போட்டா ஒரு டப்பாங்குத்து வேஸ்டா, நீ என்னுடைய ரவுடி பேட்டு. நம்ம ஒலிகள் ஃப்ரெண்டு, I'll give you food செண்டு, I'll make us you friend baby. போட்டா வேஸ்டா ரவுடி பேட்டு, girl friend மூடாச்சு, my hormone balance damage. Body
എന്താ പറയാനുള്ളത്? പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് പാടിയിട്ട്? ഈ ജഡ്ജ് സീറ്റിലിരിക്കുമ്പോ എന്ത് തോന്നുന്നു? നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. അനന്യ കുട്ടിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നോ? എവിടെയൊക്കെ ശരിയാക്കണമെന്ന് തോന്നിയോ അനന്യ കുട്ടി പാടിയത്? എവിടെയും ശരിയാക്കേണ്ട ആവശ്യമില്ല. എവിടെയും ശരിയാക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. മോള് പാടിയത് എങ്ങനെ ഉണ്ടായിരുന്നു? അതും നല്ലത്. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്ത് സംശയം? ഞാൻ ചോദിക്കാം, നീ എങ്ങനെ ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചത്? എഴുതിയിട്ട് പഠിച്ചാണോ അല്ല ബൈഹാർട്ടാണോ? പഠിച്ചതാ. ഇത് പണ്ട് ഞാൻ VMAയിൽ പാടിയിട്ടുണ്ട്. ഓ, അപ്പൊ നമുക്ക് ഇനി തിരിച്ചവിടെ പോയി നിക്കാം. ശരി. നമസ്കാരം. നമസ്കാരം മേഘ്ന മാം. മേഘനക്കുട്ടി അനന്യ ചേച്ചിയുടെ ഫാനല്ലേ? അതെ. കണ്ടപ്പോ എന്താ തോന്നിയത്? നേരിട്ട് കണ്ടപ്പോ എന്താ തോന്നിയത്? പണ്ട് ഞങ്ങള് തേർഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോ അനന്യക്കുട്ടീനെ കണ്ടിരുന്നു. അനന്യക്കുട്ടിയോ? അനന്യക്കുട്ടി. അനന്യക്കുട്ടീനെ ചേച്ചി. അനന്യക്കുട്ടീന്റെ നമ്പർ സേവ് ചെയ്യാൻ കൊതി. ഓ, കൊതി. നമ്പർ തരാം. അനന്യക്കുട്ടിയുടെ ഏതൊക്കെ കാര്യങ്ങളാ അറിയണത്? ഞങ്ങള് നേരത്തെ ഇരുന്ന് മേക്കപ്പ് റൂമിലിരുന്ന് ഈ സ്പോഞ്ച് വെച്ചിങ്ങനെ ദോശ വെച്ചിങ്ങനെ കളിക്കില്ല. മേഘന മോളെ ഇവിടെ ഈ അങ്കിൾ ഷർട്ട്, ബ്ലൂ ഷർട്ട്. ഈ അങ്കിൾ ആരാ? ഈ അങ്കിളുടെ പേരെന്താ? ഏത് അതറിയാം, മമ്മൂട്ടി. മമ്മൂട്ടിയാണോ? മുകേഷ് ആണല്ലോ. ആ, ഇതെങ്ങനാണ് എനിക്കറിയാം അതൊക്കെ. എനിക്ക് പോലെ അറിയത്തില്ല. ശരി, ഐസ്ക്രീം ആണോ ഇഷ്ടം അതോ ചോക്ലേറ്റ് ആണോ? ഐസ്ക്രീം. ഐസ്ക്രീം തന്നെ. ഏത് ഐസ്ക്രീമാണ് ഇഷ്ടം? ഏതെങ്കിലും എടുത്തോ. എല്ലാം ഇഷ്ടമാണല്ലേ? ശരി, അനന്യക്കുട്ടിക്ക് ഏത് ഐസ്ക്രീമാണ് ഇഷ്ടം? വെനില. അപ്പൊ അഥവാ നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്ട്രോബെറിയേ ഉള്ളൂ, അത് വേണോ വേണ്ടയോ? സ്ട്രോബെറി വെനില എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടം. സ്ട്രോബെറി ആണെങ്കിലും മതി, ചോക്ലേറ്റ് ആണെങ്കിലും മതി. ഓ, പിന്നെ ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ട ശരിയാവും. ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ശബ്ദം പോവും, ഐസ്ക്രീം കഴിച്ചാൽ ശബ്ദം നന്നാവും. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. കഴിക്കോ ഇനി? ഇല്ല, കഴിക്കില്ല. ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. കഴിക്കോ ഇനി? ഇല്ല. എന്നെ ആക്കിയതല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, കുറച്ചു ദിവസം കഴിഞ്ഞാൽ എനിക്ക് എക്സാം ടെസ്റ്റ് തുടങ്ങും. പഠിക്കുന്നുണ്ടാവല്ലോ. ഹിന്ദി മാത്രം കുറച്ച് അറിയില്ല. മേഘന പഠിപ്പിച്ചു തരും അല്ലേ? എനിക്ക് ഹിന്ദിയാണോന്ന് അറിയത്തില്ല. എനിക്ക് ഹലോ ഹലോ ഹലോ, ഇങ്ങോട്ട് നോക്ക്. നോക്കി. എന്റെ മുഖത്തോട്ട് നോക്കിക്ക്. നന്നായിട്ട് പാടി രണ്ടുപേരും. ഗുഡ് നൈറ്റ്. സ്ഥലം വിട്, പോ. പക്ഷെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്റേത്. അതൊക്കെ പിന്നെ വിളിക്കാൻ ചെല്ല്. ബൈ ബൈ. നാളെ കാണാം. കടിയാ
കഥ ചൊല്ലി. ഇരയുടെ കരമേലെ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടകഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമ്പി പദ പറഞ്ഞിടി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാർത്തൊന്നു പാടളി കഥ കറുമ്പി. അതികൂടെ കാറ്റിന നീലങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ എന്റെ പള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി 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 പുള്ളിക്കുയിലേ. അല്ല കടലല അലയിലകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലല അലയിളകുമ്പോൾ ദുരപദ ദുര ദുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. ഇരവിരൽ തൊട്ടു മണത്തരി അതിലൊരു നുര തിരുപദ നുര. നുരക്കരയിലെ മണലിന്നു കടലൊരു കുറി ചൊല്ലി. കുറിമലമെടുത്ത്